അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? അങ്ങനെ ഞങ്ങൾ പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി UAE എത്തിയിട്ടുണ്ട് കുട്ടികളെടുത്ത്. കഴിഞ്ഞ പെരുന്നാൾ നാട്ടിലായിരുന്നു, അപ്പോൾ ഈ പെരുന്നാൾ കുട്ടികളെടുത്താന്ന് വിചാരിച്ചു. അങ്ങനെ പെരുന്നാളിൻ്റെ തലേന്നാണ് വന്നത്. അപ്പം വന്നതിൻ്റെ അടുത്ത ദിവസം നോമ്പായി. കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, പെരുന്നാളിൻ്റെ ഷോപ്പിംഗ് ഉണ്ട്. എന്തായാലും എത്തിക്കഴിഞ്ഞാൽ നമ്മളതായൊരു ഷോപ്പിംഗ് ഉണ്ടാവുമല്ലോ. ഷോപ്പിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കിച്ചണിലേക്കുള്ള ഐറ്റംസൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അത് എടുത്തു വെക്കലാണല്ലോ മെയിൻ ടാസ്ക്. അപ്പോൾ അതൊക്കെ എടുത്തു വെക്കലാന്ന്. ഇവിടുന്ന് നല്ല ഈത്തപ്പഴം കണ്ടു കഴിഞ്ഞാൽ ഞാൻ അധികവും വാങ്ങാറുണ്ട്. ഈത്തപ്പഴം നമ്മുടെയൊക്കെ ഏജിലുള്ള ആളുകൾക്ക് എന്താ പറയുക, രാവിലെ 3 ഈത്തപ്പഴവും കുറച്ച് ചൂടുവെള്ളവും കുടിക്കുന്നത് നമ്മളെ ഹെൽത്തിന് വളരെ നല്ലതാണെന്ന് പറയുന്നുണ്ട്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടേനു. അപ്പോൾ കുറച്ച് ദിവസം കണ്ടിന്യൂ ആയിട്ട് നമ്മളതൊക്കെ ചെയ്യാൻ ഭയങ്കര ഉഷാറായിരുന്നു. പിന്നെ നമ്മളോട് അങ്ങ് വിട്ടു, പ്രത്യേകിച്ച് നാട്ടിൽ നിന്ന്. അപ്പോൾ ഇവിടെ എത്തിയിട്ട് വീണ്ടും നല്ല ഈത്തപ്പഴം കണ്ടപ്പോൾ വാങ്ങിച്ചു. അലിഞ്ഞു പോകുന്നൊരു ഈത്തപ്പഴമില്ല, ആ ഒരു ഈത്തപ്പഴം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതും കൂട്ടി രാവിലെ കുറച്ച് ചൂടുവെള്ളം കുടിക്കുക, അല്ലെങ്കിൽ ഗ്രീൻ ടീ കുടിക്കുക, 3 എണ്ണം എടുക്കുക. അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള കോഫിയോ ടീയോ എന്ത് വേണമെങ്കിലും കുറച്ച് സമയം കഴിഞ്ഞിട്ട് കുടിക്കാം. അപ്പോൾ എബോ 40 ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സംഭവം ഭയങ്കര നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെട്ടെ എന്ന് വിചാരിച്ചാണ് പറഞ്ഞത്. അപ്പോൾ കുറച്ച് വാഷ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു, തുണികളൊക്കെ ഉണക്കാനും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ച് ചെറിയ ചെറിയ ക്ലീനിങ് ഉണ്ട്. വൈപ്സ് വെച്ച് ഇതൊക്കെ ഒന്ന് തുടച്ചെടുക്കാനൊക്കെ ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് വൈപ്സ് വെച്ചിട്ട് ഇത്തരം ഐറ്റംസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അധികം ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അത്രയും ക്ലീനിലാണ് വീടുള്ളത്. മാഷാ അല്ലാഹ്, കുട്ടികൾ നന്നായിട്ട് വെക്കുന്നുണ്ട് വീടൊക്കെ. കുട്ടികൾ ഉള്ള വീട്ടിലേക്ക് വരുമ്പോൾ, എല്ലാവരും ഇവിടെ ഉണ്ടാകുമ്പോൾ അങ്ങനെ ഒരു വീട്ടിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. പക്ഷെ നമ്മൾ ഉണ്ടാകുമ്പം നമ്മൾ ചെയ്യേണ്ടതായ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാകുമല്ലോ, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാം എടുത്ത് വെച്ച് കഴിഞ്ഞാലുണ്ടാകുമല്ലോ ഒരു വൃത്തികേടാകൽ, പ്രത്യേകിച്ച് ടീ, ഷുഗർ ഇങ്ങനത്തെയൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി ഒക്കെ ഒന്ന് ഓർഗനൈസിങ് ചെയ്തു. നോമ്പ് തുറക്കേണ്ടതൊക്കെ കയ്യിൽ അത്യാവശ്യമുള്ള ഐറ്റംസൊക്കെ ഉണ്ട്, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ചായപ്പൊടിയാണ് ഈ ബാഗ് ബക്രി. അപ്പോൾ അതൊക്കെ എടുത്തു വെക്കൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇന്ന് സിമ്പിൾ ചെറിയ ചെറിയ പണികളേ ഉള്ളൂ. പിന്നെ പെരുന്നാളായി, പെരുന്നാളിൻ്റെ വീഡിയോസൊന്നും കാര്യമായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല, നല്ല തിരക്കായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അതൊക്കെ കൊണ്ട് പിന്നെ അതിനൊന്നും നിന്നിട്ടില്ല. അപ്പം പെരുന്നാളൊക്കെ കഴിഞ്ഞു. പെരുന്നാളിൻ്റെ അന്ന് രാത്രി വെറുതെ ഒന്ന് പുറത്തെല്ലാം ഒന്ന് കറങ്ങിയിട്ട് വന്നു. അടുത്ത ദിവസമാണ് കാര്യമായിട്ട് എവിടെയെങ്കിലും പോക്ക്. പെരുന്നാളിൻ്റെ അന്ന് അങ്ങനെ എവിടെ ഇറങ്ങാറില്ല, രാത്രി ഒന്ന് പുറത്ത് പോയി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പെരുന്നാൾ കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം പുറത്ത് പോകാനൊക്കെ ഉണ്ട്. അപ്പോൾ അന്ന് ഒരു തേങ്ങാച്ചോറ് ഉണ്ടാക്കുന്നുണ്ട്, നല്ലൊരു തേങ്ങാച്ചോറാണിത്.
കുറേ കുട്ടികൾ തേങ്ങാച്ചോറിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾ ഇട്ടിട്ടുണ്ട്, 1.5 ടേബിൾ സ്പൂണ് ജീരകം ഇട്ടിട്ടുണ്ട്. സ്പൂൺ മാറിപ്പോകാൻ പാടില്ല കേട്ടോ. എന്നിട്ട് എപ്പോഴും തേങ്ങാച്ചോറിൽ ജീരകത്തിൻ്റെ ടേസ്റ്റ് മുന്നിൽ വരണം. അപ്പം കുറച്ചധികം ജീരകം ഇടുക, ഫെനൽ സീഡ്. എന്നിട്ട് അതിലേക്ക് ഒരു ചെറിയ പീസ് പട്ട, 2 ഗ്രാമ്പു, 1 ഏലക്ക, 2 പച്ചമുളക്, 1 പിടി ചെറിയ ഉള്ളി ഇട്ടിട്ട് ഒന്ന് കുറച്ച് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഒതുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് മിക്സിയിൽ ഒന്ന് ഒതുക്കിയെടുക്കുക, ഒരുപാട് അരഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. എന്നിട്ട് 3 കപ്പ് അരിയിലാണ്, പൊന്നി റൈസിലാണ് തേങ്ങാച്ചോറ് ഉണ്ടാക്കുന്നത്. ഇത് മസാലയൊന്നും ഇല്ലാത്ത പ്ലെയിൻ തേങ്ങാച്ചോറാണ്. അപ്പോൾ കുക്കറിൽ വളരെ എളുപ്പത്തിലാണ് ആക്കുന്നത്. അപ്പോൾ എൻ്റെ സാധാരണ ഉപയോഗിക്കുന്ന ട്രൈപോഡ് കാണുന്നില്ല. അപ്പോൾ ഇതിലേക്ക് എങ്ങനെയാണ് കുക്കറിൻ്റെ ഉള്ളിലേക്ക് എനിക്ക് അങ്ങനെ കാണിക്കേണ്ടതെന്ന് മനസ്സിലാകില്ല. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ഈ ഒരു പാത്രത്തിൽ കാണിക്കുന്നുണ്ട്. അതായത് വളരെ കുറച്ച് വെളിച്ചെണ്ണയും വളരെ കുറച്ച് ഗീയും ചേർത്തിട്ട് 1 ഉള്ളി ചെറുതായി മുറിച്ചിട്ട് ഒന്ന് സോട്ട് ചെയ്യുക. ആ സമയത്ത് ഇതിലേക്ക് നമ്മൾ ഈ ഒതുക്കി വെച്ച തേങ്ങ ഉണ്ടല്ലോ അതും കൂടി ഇടുക. എന്നിട്ട് 3 കപ്പ് അരിക്കുള്ള വെള്ളം ഒഴിക്കുക. 1 കപ്പ് അരിക്ക് 1.25 കപ്പ് വെള്ളമാണ് വേണ്ടുന്നത്. എല്ലാ അരി ഒരുപോലെ ആവണമെന്നില്ല. ഇത് സാദാ ഒരു പൊന്നി റൈസാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 1 കപ്പ് അരിക്ക് 1.25 കപ്പ് പൊന്നി റൈസിനുള്ള കുക്കറിലേക്കുള്ള വെള്ളമാണ് ഒഴിച്ചത്. ഇനി ഇതിലേക്ക് ഉപ്പൊക്കെ നോക്കുക, അരിയൊക്കെ ചേർത്തു, കുറച്ച് നന്നായിട്ട് കറിവേപ്പില ഇട്ടിട്ട് നമുക്കിതിനി കുക്കറിലേക്ക് മാറ്റാം. ഓക്കെ. എന്നിട്ട് 4 വിസിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്യാം. ഓക്കെ. 4 വിസിലിന് ഇത് ഓഫ് ചെയ്തിട്ട് ഒരു 6-7 മിനിറ്റ് തുറക്കാതെ അങ്ങനെ തന്നെ അടച്ച് വെക്കണം. കുക്കർ യൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും കുക്കറിന് ഭയങ്കര ഡിമാൻഡായിരിക്കും വിസിൽ വരാൻ. അപ്പോൾ ഗ്യാസ് കട്ടർ ഒന്ന് തിരിച്ചിട്ട് വീണ്ടും അത് ഇട്ട് കൊടുക്കുക. അതിൻ്റെ ശേഷം മാത്രം ലാസ്റ്റ് വെയിറ്റ് ഇട്ട് കൊടുക്കുക. അന്നേരം കുക്കറിൻ്റെ ഒരുവിധം പ്രശ്നങ്ങൾ തീരും. ഇപ്പം ചോറ് വെന്തിട്ടുണ്ടേ. ഇനി ഇതിലേക്ക് നല്ല കുറുകിയ തേങ്ങാപ്പാൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ ഒഴിച്ചിട്ട് 1/2 കപ്പ് മാത്രമേ വേണ്ടൂ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് മേലെ കുറച്ചും കൂടി ഫെനൽ സീഡും കുറച്ച് ഗരം മസാലയും ചേർത്തിട്ട് അങ്ങനെ തന്നെ അടച്ച് വെക്കുക. ഓക്കെ. ഇനി നമുക്ക് നല്ലൊരു തേങ്ങ വറുത്തരച്ച ചിക്കൻ്റെ ഗ്രേവി ഉണ്ടാക്കുന്നുണ്ട്. ഇതിന് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാകുക ബീഫാണ്. പക്ഷേ ഇപ്പം നമ്മൾ ചിക്കനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ തേങ്ങ വറുത്തിട്ട് ആ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിനേനും. അപ്പോൾ സാധാരണ നമ്മൾ വറുക്കുമ്പോൾ എന്താ ഇടാറ്, അതൊക്കെ ഇട്ടിട്ട് വറുത്തിട്ട് കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ 2 ഉള്ളി സോട്ട് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞളും 1 ടേബിൾ സ്പൂണ് മുളക് പൊടിയും വളരെ കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ട് ഒരു 1/2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി മതി. എന്നിട്ട് ചിക്കൻ കൂടി ചേർത്തിട്ട് നന്നായിട്ട് മസാലയിൽ പൊതിഞ്ഞെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഉപ്പ് ഇടുക, കുരുമുളക് ചേർക്കുക. ഓക്കെ. കുരുമുളകിൻ്റെ പൊടിയും ഉപ്പും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് സമയം മിക്സ് ചെയ്യണം. നന്നായിട്ട് മസാല പൊതിഞ്ഞ് വരണം ഇതിൽ. ഈ ഒരു സമയത്ത് കറിവേപ്പില ഇടുക. വീണ്ടും നന്നായിട്ട് മസാലയിൽ പൊതിഞ്ഞെടുക്കുക. ഈ സമയത്ത് തക്കാളി ഒന്നും ചേർക്കാൻ പാടില്ല കേട്ടോ. ഇതിൽ എന്നോട് പറയാൻ മറന്നു പോയതാണ്, കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്തിട്ടുണ്ട്. നന്നായിട്ടിത് മസാലയിൽ പൊതിഞ്ഞെടുക്കണം. കുറച്ച് സമയം എടുത്തിട്ട് തന്നെ പൊതിഞ്ഞെടുക്കുക. ഇനി വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ 10 മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം. ഇവിടുത്തെ ചിക്കൻ ആയതുകൊണ്ട് പെട്ടെന്ന് വേവും. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് അടപ്പ് തുറന്നിട്ട് നമുക്ക് അരച്ച് വെച്ച നമ്മളെ വറുത്ത തേങ്ങ ഉണ്ടല്ലോ അത് അങ്ങനെ തന്നെ അരച്ചിട്ടുണ്ട്, അതും ചേർക്കുക. 2 തക്കാളി സ്ലൈസ് ചെയ്തത് അതും ഇട്ടിട്ട്
വീണ്ടും ഒരു 6-7 മിനിറ്റ് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നല്ല വറുത്തരച്ച കോഴിക്കറി റെഡിയാവും. എന്നിട്ട് ലാസ്റ്റ് മല്ലിയിലയും ഗരം മസാലയും ചേർക്കുക. ഓക്കെ, അപ്പോൾ കുറേ കുട്ടികളെ സംശയം തീർന്നിട്ടുണ്ടാവും വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഈദ് മുബാറക്.